We shall now discuss about the work done in an isothermal process. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഒരു ഐസോതെർമൽ പ്രോസസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പി വി ഈക്വൽ ടു മ്യൂ ആർ ടി. അതിലെ മ്യൂ നമ്പർ ഓഫ് മോൾസ്, ആർ ഈസ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ടി ഈസ് ദ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ മ്യൂ ആർ ടി, ഇതിൽ ആർ കോൺസ്റ്റൻ്റ് ആണ്, മ്യൂ കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ഓൾസോ ബിക്കോസ് ഐസോതെർമൽ ആയതുകൊണ്ട് ടെമ്പറേച്ചർ ഈസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ് ഐസോതെർമൽ പ്രോസസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ പി പ്രൊപ്പോർഷണൽ ടു കോൺസ്റ്റൻറ്റ് ബൈ പി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ബൈ വി ഓർ പി പ്രൊപ്പോർഷണൽ ടു 1 ബൈ വി ബോയിൽസ് ലോ ആണ് അല്ലേ. നൗ suppose in this isothermal process the gas is changing isothermally from the initial state P1 V1 to the final state P2 V2. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി വെച്ച് ഇനീഷ്യൽ P1 V1-ൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റ് P2 V2-ലേക്ക് ഗ്യാസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറ്റ് ആൻ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് വിത്ത് പ്രഷർ P ലെറ്റ് ദ വോളിയം ചേഞ്ച് ബി വോളിയം ചേഞ്ച് ഫ്രം V ടു V പ്ലസ് ഡെൽറ്റ വി. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് മാറുന്നതിൻ്റെ ഇടയിൽ വോളിയത്തിലുണ്ടായ ചെറിയ ചേഞ്ച് വിയിൽ നിന്ന് ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ വോളിയം വിയിൽ നിന്ന് V പ്ലസ് ഡെൽറ്റ വിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ദെൻ ദറ്റ് വർക്ക് ഡൺ, സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, നമുക്കറിയാം വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല പി ഡെൽറ്റ വി ആണ് അല്ലേ. ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു പി ഡെൽറ്റ വി. അപ്പോൾ ഈ പ്രോസസ്സിൽ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ, ഇവിടെ വോളിയം എവിടെ നിന്ന് എവിടേക്ക് മാറുന്നുണ്ട്, V1-ൽ നിന്ന് V2-ലേക്ക് വോളിയം ഈസ് ചേഞ്ചിങ്. സോ ഇൻ്റഗ്രൽ ഫ്രം V1 ടു V2 ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ ഡബ്ല്യു പറയുന്നത് പി ഡെൽറ്റ വി, ഓർ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ഇൻ്റഗ്രൽ V1 ടു V2 പി ഡി വി എന്ന് എഴുതാം. ഡെൽറ്റ അല്ലെങ്കിൽ ഡി വി, ദ സ്മോൾ ചേഞ്ച് ഇൻ വോളിയം. അപ്പോൾ ദ ഗ്യാസ് ഈസ് ചേഞ്ചിങ് ഐസോതെർമലി ഫ്രം ദ ഇനീഷ്യൽ സ്റ്റേറ്റ് P1 V1 ടു ദ ഫൈനൽ സ്റ്റേറ്റ് P2 V2. അറ്റ് ആൻ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ലെറ്റ് ദ സ്മോൾ വർക്ക് ഡൺ to change the volume from V to V plus delta V be delta W equal to P delta V. Then the total work done during the process equal to integral V1 to V2 P delta V. ഇനി നമുക്ക് P എന്നുള്ളതിനെ ഫ്രം ഇക്വേഷൻ 1 we can write the value of P. What is the value of P? From equation 1 P equal to മ്യൂ ആർ ടി ഡിവൈഡഡ് ബൈ വി അല്ലേ. പി മാത്രം ഈ സൈഡ് വെച്ച് കഴിഞ്ഞാൽ മ്യൂ ആർ ടി ബൈ വി ആണ്, അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദ ടോട്ടൽ വർക്ക് ഡൺ ഈക്വൽ ടു ഇൻ്റഗ്രൽ V1 ടു V2 പി എന്നുള്ളതിന് പകരം മ്യൂ ആർ ടി ബൈ വി ഡി വി. അപ്പോൾ ഇതിലെ മ്യൂ ആർ ടി എന്നുള്ളത് എല്ലാം കോൺസ്റ്റൻസ് ആണ്. സോ ദാറ്റ് ഈസ് ടേക്കൺ ഔട്ട്സൈഡ് ദ ഇൻ്റഗ്രൽ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇൻ്റഗ്രൽ V1 ടു V2 1 ബൈ വി ഡി വി ആണ്. ഈ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ ഇൻ്റഗ്രൽ ഓഫ് 1 ബൈ വി ഡി വി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലോഗ് വി. അപ്പോൾ മ്യൂ ആർ ടി ലോഗ് വി, ഇതാണ് ഇൻ്റഗ്രൽ 1 ബൈ വി ഡി വിൻ്റെ ആൻസർ എന്താണ്, ലോഗ് വി. അത് അടുത്ത കൊല്ലം നിങ്ങൾ മാത്സിലെ ഇൻ്റഗ്രേഷൻ പഠിക്കുമ്പോൾ ആ ഫോർമുല എങ്ങനെയാണ് വന്നതെന്നുള്ളത് പഠിക്കും. സോ മ്യൂ ആർ ടി ലോഗ് വി, പിന്നെ V1 V2 എന്നുള്ളത് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷനാണ്, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ W ഈസ് ഈക്വൽ ടു മ്യൂ ആർ ടി അങ്ങനെ തന്നെ എഴുതി. ഇനി ഈ ലിമിറ്റ്സിനെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ലോഗ് V2 മൈനസ് ലോഗ് V1, അങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ്. ആദ്യം അപ്പർ വി എന്നുള്ളതിന് പകരം അപ്പർ ലിമിറ്റ് V2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, മൈനസ് ലോവർ ലിമിറ്റ് V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർമുല W ഈക്വൽ ടു മ്യൂ ആർ ടി ലോഗ് എ മൈനസ് ലോഗ് ബി ഈക്വൽ ടു ലോഗ് എ ബൈ ബി ആണ്. സോ ഇറ്റ് ഈസ് ലോഗ് V2 ബൈ V1. അപ്പോൾ ഇതാണ് ലോഗ് ഈ വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഫൈനൽ ഇക്വേഷൻ. LN ആണ് നാച്ചുറൽ ലോഗരിതം
of V2 by V1. സോ W ഈക്വൽ ടു മ്യൂ ആർ ടി ലോഗ് V2 by V1. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഡെൽറ്റ W ഈസ് പി ഡെൽറ്റ വി. അത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. ടോട്ടൽ വർക്ക് W പറയുമ്പോൾ ഇൻ്റഗ്രൽ V1 to V2 പി ഡെൽറ്റ വി അല്ലേ. പി എന്നുള്ളതിന് പകരം വി ഹാവ് ടു റൈറ്റ് മ്യൂ ആർ ടി ബൈ വി. അപ്പോൾ 1/v ഇൻ്റഗ്രൽ 1/v ഡി വി എന്ന് പറയുന്നത് ലോഗ് വി ആണ്. അതിൽ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ വി ഗെറ്റ് W ഈക്വൽ ടു മ്യൂ ആർ ടു ലോഗ് V2 by V1. ദിസ് ഈസ് ദ ഫോർമുല ഫോർ ഐസോതെർമൽ വർക്ക് ഡൺ. ഇനി ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് വി നോ ദറ്റ് ദി ഇൻറ്റേർണൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. സോ ഇൻറ്റേർണൽ എനർജി വിൽ നോട്ട് ചേഞ്ച്. ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ്സ്. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക് അനുസരിച്ച് നമുക്കറിയാം ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അതിലെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യു 0 ആണ്. അപ്പോൾ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു അല്ലേ. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ഓർ പി ഡെൽറ്റ വി. In an isothermal process, delta Q equal to delta W. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ ഐസോതെർമൽ പ്രോസസ്സിൽ നമ്മൾ സപ്ലൈ ചെയ്ത ഹീറ്റ് മുഴുവൻ എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത്? എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനാണ്. അല്ലാതെ ടെമ്പറേച്ചർ ചേഞ്ച് അല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് അവിടെ ഉണ്ടാവുന്നില്ല. ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റൻറ്റ് ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ്സ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇൻറ്റേർണൽ എനർജി മാറിയാൽ ടെമ്പറേച്ചർ മാറും. ഓക്കെ, സോ വാട്ട് എവർ ഹീറ്റ് വി സപ്ലൈ ഈസ് യൂസ്ഡ് ടു ഡു എക്സ്റ്റേണൽ വർക്ക് ഡെൽറ്റ ഡബ്ല്യു. ആ ഡെൽറ്റ ഡബ്ല്യുവിൻ്റെ ഫോർമുല വർക്ക് ഡൺ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്, മ്യൂ ആർ ടി ലോഗ് V2 by V1. ഇനി ഇതിൽ നമുക്ക് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് ഇത് വരുന്നുണ്ട്, ഐസോതെർമൽ എക്സ്പാൻഷൻ ആൻഡ് ഐസോതെർമൽ കംപ്രഷൻ. അപ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷൻ പറയുമ്പോൾ V2 will be greater than V1 അല്ലേ. ഐസോതെർമൽ എക്സ്പാൻഷൻ എന്നുള്ള പ്രോസസ്സിൽ V2 ഈസ് ഗ്രേറ്റർ ദാൻ V1. അപ്പോൾ ഡെൽറ്റ വി ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. V2 വലുതാവുമ്പോൾ ഡെൽറ്റ വി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോസിറ്റീവ് വാല്യൂ. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഡെൽറ്റ വി ഈസ് ഗ്രേറ്റർ ദാൻ 0 or we can say delta W, the work done is greater than 0. Positive value ആണ് work done. അപ്പോൾ the gas will absorb heat and work will be done by the gas. Work is done by the gas on the surroundings. Work is done by the gas on the surroundings in isothermal expansion. What about isothermal compression? ഐസോതെർമൽ കംപ്രഷനിൽ വാട്ട് ഹാപ്പൻസ്? ഐസോതെർമൽ കംപ്രഷൻ പറയുമ്പോൾ നമുക്കറിയാം ഫൈനൽ വോളിയം ഈസ് ലെസ് ദാൻ ദ ഇനീഷ്യൽ വോളിയം അല്ലേ. V2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് V2 ഈസ് ലെസ് ദാൻ V1 or we can say delta V, the change in volume is less than 0. Delta V less than 0 പറഞ്ഞാൽ delta W is less than 0 അല്ലേ. delta W is less than 0 പറയുന്നത് it is negative. So work is done during isothermal compression. Work is done on the gas by the environment. Work is done on the gas by the environment and heat is released. Isothermal compression പറയുമ്പോൾ work is done on the gas by the environment and heat is released.